അയാൾ എടുക്കുന്നപ്പോ ചിത്ര നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. അതിൽ പോലും വല്ല സംശയമുണ്ടോ? ചിത്രയുടെ പാട്ട് കേട്ടാൽ ആരെങ്കിലും ആസ്വദിക്കാതിരിക്കും? എല്ലാ മനുഷ്യരും ജാതി മതഭേദമന്യേ ആസ്വദിക്കും. പക്ഷെ അവര് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കേരളീയരോട് വിളക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ കേരളീയര് അവരോട് എടുത്തൊരു നിലപാടുണ്ട്. ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ചിത്ര ചേച്ചിയുടെ മുഖത്ത് നോക്കി കേരളം പറഞ്ഞു. പിന്നെ അതിൽ അവർ കരഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് നടക്കുമ്പോഴാണ് വിളക്ക് കൊടുക്കാൻ പറഞ്ഞത് എന്നാണ് ആലോചിക്കേണ്ടത്. അവർക്ക് അറിയില്ലേ ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം? അവർക്ക് അറിയില്ലേ ഈ രഥയാത്രയുടെ സമയത്ത് ജയ് ശ്രീറാം വിളിച്ചിവിടെ നടന്ന രക്തച്ചൊരിച്ചിലുകളുടെ കാര്യം? അവർ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? അതോ പാട്ട് പാടാൻ വേണ്ടി മാത്രം ഉണരുകയും പാട്ട് പാടി തീർന്നാൽ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വല്ല ജന്മമാണോ അവരുടേത്? അല്ലല്ലോ. ഒരു കലാകാരനും കലാകാരൻ എന്ന നിലയിൽ ഒരു ഫാഷിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ഇണങ്ങി നിൽക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് പോലും, ഏത് മൂവ്മെന്റ് ആണെങ്കിലും ഒരു കല എന്ന് പറയുന്നത് ആവിഷ്കാരപരമായ പരമാവധി സ്വാതന്ത്ര്യം ആവശ്യമുള്ള ഒരു മേഖലയാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഇപ്പൊ ജയ് ശ്രീറാം എന്ന് നിങ്ങൾക്ക് ലോകത്തിനെ കൊണ്ട് മുഴുവൻ വിളിപ്പിക്കാൻ പറ്റും, പക്ഷെ സീതയെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കാൻ പറ്റില്ല. എന്താ അങ്ങനെ ഒരു പരാമർശം? കാരണം എന്താ, വളരെ വ്യക്തമല്ലേ? സീത ജയ് ശ്രീറാം വിളിച്ചിട്ടുണ്ടോ രാമായണത്തിൽ? ഇല്ല. എങ്ങനെയാ അവര് വിളിക്കുക? കാരണം അവരെ ഒരാള് ബലാത്കാരേണ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചു. അയാള് പലതരത്തിൽ ഒരുപാട് സ്ത്രീകളുടെ സ്വന്തക്കാരനാണ്. ആര്? രാവണന്റെ രാജധാനി വാൽമീകി വർണ്ണിക്കുന്നത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അത്രയധികം സ്ത്രീകളുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇവരെ തട്ടിക്കൊണ്ടുപോയത് ഈ സ്ത്രീകളിൽ നിന്ന് വിട്ടിട്ട് എന്തോ ഒരു സവിശേഷത സീതയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ രാവണൻ ശ്രമിക്കുന്നത് സീതയെ അവിടെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാരണം രാവണന് ലൈംഗിക കല നന്നായിട്ട് അറിയാം. അതായത് ഒരു സ്ത്രീയുമായിട്ട് അവരുടെ പരിപൂർണ സമ്മതത്തോടു കൂടി ബന്ധപ്പെടുമ്പോൾ മാത്രമേ ശരിയായ രീതിയിലുള്ള ലൈംഗിക രസം അനുഭവിക്കാനാകൂ എന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ് രാവണൻ. അതുകൊണ്ട് രാവണൻ സീതയെ ബലാത്സംഗം ചെയ്യാനേ പോയിട്ടില്ല. സീതയെ അനുനയിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. തന്നെ ഇഷ്ടപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ സീതയ്ക്ക് ഇഷ്ടം തോന്നിയില്ല. രാമൻ വന്നു, യുദ്ധം ചെയ്തു, രാവണനെ കൊന്നു, സീതയെ വീണ്ടെടുത്തു. അപ്പൊ രാമൻ അഗ്നിപരീക്ഷ ചെയ്തു എന്നാ പറയുന്നത് കഥയിൽ. തീയിൽ കൂടെ നടത്തി. ഇവൾ ചാരിത്രവതി തന്നെയാണോ എന്ന് ഇനി ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി അന്ന് കാലത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന ഒരു വിധി പ്രകാരം ഇവരെ ഇതിൽ തീക്കോട നടത്തിയിട്ടാണ് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വീണ്ടും കൊട്ടാരത്തിൽ വന്ന് താമസം തുടങ്ങിയപ്പോൾ ഏതോ ഒരു കള്ളുകൂടിയൻ സ്വന്തം ഭാര്യയോട് കലിപ്പായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ നിന്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് തോന്നിയ പോലെ താമസിച്ചിട്ട് നിങ്ങൾ കയറി വരാൻ ഞാൻ രാമനൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്റെ അന്യപുരുഷന്റെ വീട്ടിൽ പോയിട്ട് രാത്രി ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ ഞാൻ രാമനൊന്നുമല്ല എന്ന് ഇയാൾ കള്ളുകുടിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ വാക്ക് കേട്ടിട്ട് ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിച്ച ഒരു ആളുടെ പേരാണ് രാമൻ. രാമനെ കുറിച്ചിട്ട് എന്തായിരുന്നു ധാരണ എന്ന് എനിക്കറിഞ്ഞൂടാ. രാമൻ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും എന്ന് വ്യാകുലപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ എന്താ പറയാ, അന്യാഭിപ്രായ ഭീരുത്വം, മറ്റുള്ളവർ എന്ത് പറയും എന്ന് ആലോചിച്ച് പേടിക്കുന്ന ഒരവസ്ഥ. ആ പേടിക്കുന്ന അവസ്ഥയെ സീത വളരെ വില കുറച്ചാണ് കണ്ടിട്ടുള്ളത്. അതൊരു വ്യക്തിത്വമില്ലായ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ സീത എങ്ങനെയാണ് രാമന് ജയ് വിളിക്കുക?